ഒരു സാധാരണ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ജാക്ക് മാ എങ്ങനെയാണ് ചൈനയിലെ ഒന്നാമത്തെ ധനികനായി മാറിയത് എന്നതിനെ കുറിച്ചുള്ള ഓരോ വീഡിയോസ് ആയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതൊക്കെ കണ്ടതിനു ശേഷം ഇത് കാണുക. തന്റെ ആദ്യത്തെ ഇന്റർനെറ്റ് കമ്പനി മറ്റൊരു കമ്പനിയുമായി മെർജ് ചെയ്യിപ്പിച്ചതും അതിനുശേഷം പങ്കാളികൾ തന്നെ പുറത്താക്കിയതുമായ സംഭവങ്ങൾ ജാക്ക് മയെ വളരെയധികം സങ്കടപ്പെടുത്തിയിരുന്നു. കമ്പനികൾ മെർജ് ചെയ്യിപ്പിച്ചതിലൂടെ ലഭിച്ച പണം മുഴുവനും അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന കടങ്ങൾ വീട്ടി തീർക്കാൻ മാത്രമേ തികഞ്ഞോളൂ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരൊറ്റ പൈസയോ ജോലിയോ സ്വന്തമായ ഒരു സ്ഥാപനവും ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിച്ചത് അദ്ദേഹം ആദ്യമായി ആരംഭിച്ച ഹോൺഷോ ട്രാൻസ്ലേഷൻ കമ്പനിയായിരുന്നു. ചൈനീസ് ഭാഷയിലുള്ള രേഖകൾ ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷ് രേഖകൾ ചൈനീസ് ഭാഷയിലേക്കും വിവർത്തനം ചെയ്തു നൽകുന്ന ആ കമ്പനി ഇപ്പോഴും നന്നായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതിലൂടെ അദ്ദേഹത്തിന് അത്യാവശ്യം വരുമാനവും ലഭിച്ചു. ഇതിനുശേഷം വീണ്ടും ബിസിനസ് ചെയ്യണോ അതോ ഏതെങ്കിലും ജോലിക്ക് പോകണമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. വീണ്ടും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം. എന്നാൽ താൻ ഇത്രയും നാൾ വളർത്തെടുത്തിയ പഴയ കമ്പനിക്ക് എതിരായി മറ്റൊരു കമ്പനി തുടങ്ങുന്നത് ശരിയല്ല എന്ന് കരുതി അദ്ദേഹം കുറച്ചുനാൾ കൂടി ക്ഷമയോടെ കാത്തിരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ജാക്ക് മയ്ക്ക് വളരെ വലിയൊരു അവസരം ലഭിച്ചു. ചൈനീസ് സർക്കാരിന്റെ വിദേശ വ്യാപാര മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഫോറിൻ ട്രേഡ് ഇൻഫോഷെയർ എന്ന പേരിൽ ഇ-കോം വിഭാഗം ആരംഭിക്കാൻ പദ്ധതിയിട്ടു. ഇതിനായി ഇന്റർനെറ്റിനെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും നന്നായി അറിയാവുന്ന ഈ മേഖലയിൽ പരിചയമുള്ള നല്ല ഇംഗ്ലീഷ് അറിവുള്ള ഒരാളെ അവർ അന്വേഷിക്കാൻ തുടങ്ങി. ജാക്ക് മാ ഈ ജോലിക്ക് അപേക്ഷിക്കുകയും അദ്ദേഹത്തിന് ആ സർക്കാർ ജോലി ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഈ ജോലി ലഭിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന് മികച്ച ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് തന്നെയായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ എവിടെ വേണമെങ്കിലും ജീവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് ഓരോ ദിവസവും വർദ്ധിപ്പിക്കുക. ഈ ഇൻഫോഷെയർ എന്ന സർക്കാർ സ്ഥാപനം വഴി ചൈന മാർക്കറ്റ് കോപ്പ് എന്നൊരു വെബ്സൈറ്റ് ആരംഭിച്ചു. അത് പൂർണ്ണമായി ഒരു സർക്കാർ സ്ഥാപനമായിരുന്നു. ചൈനയിലെ പ്രധാനപ്പെട്ട കയറ്റുമതി കമ്പനികൾക്ക് ഈ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. ഈ വെബ്സൈറ്റ് വഴി വിനോദസഞ്ചാരികൾക്ക് ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ സാധിക്കുമെന്നും ഇതിലൂടെ ചൈനീസ് കമ്പനികൾ വളരുമെന്നും സർക്കാർ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും പറയപ്പെട്ടു. അങ്ങനെ തനിക്കിഷ്ടപ്പെട്ട ജോലി ജാക്ക് മാ ഇപ്പോൾ സർക്കാർ സഹായത്തോടെ ചെയ്യാൻ ആരംഭിച്ചു. ജാക്ക് മാ ഇതിനു മുമ്പേ തുടങ്ങിയ GHITC എന്ന കമ്പനിയിൽ അദ്ദേഹത്തിന്റെ കീഴിൽ 40 പേർ ജോലി ചെയ്തിരുന്നു. ആ 40 പേർക്കും ജോലി വാങ്ങി നൽകണമെന്ന് അവർ തന്നോടൊപ്പം തന്നെ നിർത്തണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ 40 പേർക്കും ഗവൺമെന്റ് ജോലി വാങ്ങി നൽകാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അതിൽ നിന്നും ഏറ്റവും മികച്ച 8 ജീവനക്കാരെ മാത്രം അദ്ദേഹം തന്റെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ജോലിയിൽ കൂടെ ചേർത്തു. ആ 8 പേരും ജാക്ക് മയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ജാക്ക് മയ്ക്കായി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നവർ. അദ്ദേഹം വിളിച്ച ഉടനെ തങ്ങളുടെ പഴയ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് ഈ സർക്കാർ ജോലിയിൽ വന്ന് ജോയിൻ ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് ജനങ്ങൾ ഇന്റർനെറ്റിനെ കുറിച്ച് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഒരുപാട് ആളുകൾ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ചൈനയിലെ ചില പ്രധാന സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു ഇന്റർനെറ്റ് പതുക്കെ എല്ലാ നഗരത്തിലും ലഭ്യമായി തുടങ്ങി. ജാക്ക് മയുടെ നേതൃത്വത്തിൽ ചൈന മാർക്കറ്റ് കോപ്പ് എന്ന സ്ഥാപനം നന്നായി വളരാൻ ആരംഭിച്ചു. ഇതേ സമയത്ത് ലോകമെമ്പാടും മറ്റൊരു മാറ്റവും സംഭവിച്ചു. ലോകമെമ്പാടും ഒരുപാട് ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ യാഹു വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിന് മുമ്പ് യാഹു ആയിരുന്നു എല്ലാം. യാഹു ചാറ്റ് മുറികൾ ഒക്കെ അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു. ഇന്റർനെറ്റ് എന്നാൽ അത് യാഹു ആയിരുന്നു. ഇന്ന് ഗൂഗിൾ കമ്പനി ആരംഭിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. യാഹു ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ വിജയം നേടി. 1996 ഏപ്രിൽ മാസം യാഹു കമ്പനി അമേരിക്കൻ ഓഹരി വിപണിയിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതിനേക്കാൾ വലിയ വിജയമായിരുന്നു ഓഹരി വിപണിയിലൂടെ ഏകദേശം 100 കോടി രൂപയിലധികം ഏറ്റവും യാഹു സമാഹരിച്ചിരുന്നു. ജപ്പാനിലെ സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളി മസോഷി സൺ അഥവാ മസോഷിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ജാക്ക് മയ്ക്ക് വാങ്ങി നൽകി. ഈ സോഫ്റ്റ് ബാങ്ക് കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു കമ്പനിയുടെ ഐഡിയ നല്ലതാണെങ്കിൽ മാത്രമേ ആ കമ്പനിയിൽ ആ സോഫ്റ്റ് ബാങ്ക് വലിയ രീതിയിൽ നിക്ഷേപം നടത്തും. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളിൽ സോഫ്റ്റ് ബാങ്ക് ഏതൊക്കെ കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത് എന്ന് അറിയാമോ? ഫ്ലിപ്കാർട്ട്, ഓല, ലെൻസ്കാർട്ട്, പേടിഎം, ഓരോ റൂൾസിനും എന്നിങ്ങനെ ഒട്ടനവധി കമ്പനികൾ സോഫ്റ്റ് ബാങ്ക് ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനികൾ വളരുന്നതിന് ഒരു പ്രധാന കാരണം സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ നിക്ഷേപമാണ്. ഇത്തരത്തിൽ നല്ല നല്ല കമ്പനികളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഒരു സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളി.
1999 ജാക്മയും ആ സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ നിക്ഷേപം മാത്രം നമുക്ക് ലഭിച്ചാൽ വലിയ വിജയം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയുടെ ജാക്മ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആ സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളി പറയുന്നു, നിങ്ങൾക്ക് ഞാൻ 20 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ചും നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ചും എന്നോട് പറയുക. അത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഉടനടി നിക്ഷേപം നടത്തും. അല്ലെങ്കിൽ എനിക്ക് 20 മിനിറ്റിൽ നിങ്ങൾക്ക് സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുശേഷം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പാടില്ല. നിങ്ങൾക്ക് 20 മിനിറ്റ് സമയം സ്റ്റാർട്ട് എന്ന് മാഡം പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, 20 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് എല്ലാം വിശദീകരിക്കാൻ കഴിയുക? ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് ബിസിനസ്, ഇതിനു മുമ്പ് ഏത് ബിസിനസ്സാണ് ചെയ്തത്, ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി ഭാവി പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തീർക്കാൻ കുറഞ്ഞത് ഒരു 3/4 മണിക്കൂറെങ്കിലും വേണ്ടേ? അദ്ദേഹം എന്തിനാണ് 20 മിനിറ്റ് മാത്രം തരുന്നതെന്ന് ആലോചിച്ചതിന് ശേഷം ശരി എന്ന് പറഞ്ഞ് ജാക്മ ചൈനയിൽ ഇന്റർനെറ്റ് എത്രത്തോളം വേഗത്തിലാണ് വളർന്നു എന്നതിനെ കുറിച്ചും തന്റെ ഭാവി പദ്ധതികളെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. ജാക്മ കൃത്യമായി ഒരു 6 മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ടുണ്ടാകൂ. ഉടനെ ആ മേഡം പറഞ്ഞു, മതി, നിർത്തു എന്ന് പറഞ്ഞു. എന്തിനാ 20 മിനിറ്റ് സമയം തന്നത്? എന്നാൽ ഇപ്പോൾ 6 മിനിറ്റിൽ തന്നെ നിരത്തി വച്ചല്ലോ എന്നും ഭയപ്പെട്ടു പോയി നമ്മുടെ ജാക്മ. അപ്പോഴാണ് ആ മേഡം ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ എത്ര നിക്ഷേപിക്കേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്നത്? ഉടനെ ജാക്മ, ഞങ്ങളുടെ 20% ഓഹരികൾ നിങ്ങൾ വച്ചോളൂ, $10 മില്യൺ നിക്ഷേപിക്കൂ എന്ന് ചോദിച്ചു. ഉടനെ മേഡം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ 40% ഓഹരികൾ വാങ്ങാം, $20 മില്യൺ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞു. അപ്പ ജാക്മ അത്ഭുതപ്പെട്ടു പോയി. ഇതിപ്പോ എന്താ, $10 മില്യൺ ചോദിച്ചപ്പോൾ $20 മില്യൺ തരുന്നുവല്ലോ എന്ന്. ബിസിനസ് ചെയ്യാൻ ഒരു അന്ധമായ ധൈര്യം വേണം. ആ ധൈര്യത്തിനോടൊപ്പം ബുദ്ധി സാമർഥ്യവും വേണം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിജയിച്ചേ തീരൂ എന്ന ആ വാശിയോടെ നിങ്ങളുടെ കണ്ണുകളിൽ കാണാം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ അറിയാം നിങ്ങളുടെ ഭാവി പദ്ധതികൾ, അതിനുള്ള തന്ത്രങ്ങൾ, ഡേറ്റകളെല്ലാം വളരെ മികച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ 6 മിനിറ്റിൽ നിങ്ങളുടെ സംസാരം സ്റ്റോപ്പ് ചെയ്തത്. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് ആ മാഡം പറഞ്ഞു. അത് കേട്ടതും ജാക്മയ്ക്ക് വലിയ സന്തോഷമായി. അത് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു കാര്യം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം, നമ്മുടെ ആകെ ജീവിതം ഇതുപോലെ 6 മിനിറ്റിനുള്ളിൽ തീർക്കപ്പെടണം. നമ്മൾ ഒരു 10 മിനിറ്റ് മാത്രമായിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. എന്നാൽ ആ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് തെളിയിക്കണം? അതുപോലെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, നിക്ഷേപം എങ്ങനെ വാങ്ങണം, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യം നമ്മൾക്ക് വരാം. ഇതിനെക്കുറിച്ച് ജാക്മ മുൻകൂട്ടി തന്നെ ആലോചിച്ചു വച്ചിരുന്നു. ഒരു വേളയിൽ അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നമ്മൾ എത്ര മനോഹരമായി അവരോട് സംസാരിച്ച് ബോധ്യപ്പെടണം, എത്ര മനോഹരമായി വാക്കുകൾ ഉപയോഗിക്കണം, എന്തെല്ലാം സംസാരിക്കണം, എന്തെല്ലാം സംസാരിക്കരുത്, ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ എത്രത്തോളം എനർജി സംസാരിക്കണം എന്നിങ്ങനെ പലതവണ ഇതിനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാക്മ. പരിശീലനമാണ് ഇന്നും അദ്ദേഹത്തിന് വെറും 6 മിനിറ്റിൽ $20 മില്യൺ വാങ്ങിയത്. അതുകൊണ്ട് നിങ്ങളും ആദ്യമേ ഇങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ആ സ്ഥലം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് പരിശീലിക്കുക. 20 മിനിറ്റിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ വെറും 6 മിനിറ്റിൽ എങ്ങനെയാണ് സംസാരിക്കണമെന്ന് പഠിക്കണം. അത്തരത്തിൽ നല്ല നിക്ഷേപക്കാരെ ലഭിച്ചതോടെ ജാക്മയുടെ ആലിബാബ കമ്പനി പല മടങ്ങ് വളരാൻ തുടങ്ങി. നാൾക്കുനാൾ അതിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ കമ്പനിയുമായി ചേർത്തു കഴിഞ്ഞു. അതുമാത്രമല്ല, ചൈനയിൽ മാത്രം ഒതുങ്ങാതെ ഏകദേശം 188 രാജ്യങ്ങളിലേക്ക് ആലിബാബ കമ്പനി വളർന്നു. ഇതോടെ യാഹൂ സെർച്ച് എഞ്ചിൻ അമേരിക്കയിൽ മാത്രം ഒതുങ്ങാതെ ചൈനയിലേക്കും വ്യാപിക്കാമെന്നും അതിന്റെ സ്ഥാപകൻ ആഗ്രഹിച്ചു. യാഹൂവിന്റെ സ്ഥാപകനായ ജെറി യാങ് ചൈന യാഹൂ കോം എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ചൈന പ്രസിഡന്റ് അനുവാദം ചോദിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, യാഹൂ എന്നത് പൊതുവായ ഒന്നല്ലേ, പിന്നെ എന്തിനാണ് ചൈനയ്ക്കൊക്കെ പ്രത്യേകം ആരംഭിക്കുന്നതെന്ന്. ചൈനയ്ക്ക് സ്വന്തമായി ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ, വിക്കിപീഡിയ തുടങ്ങിയ വെബ്സൈറ്റുകൾ പോലും ചൈനയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ചൈനയ്ക്ക് സ്വന്തമായി ചില പ്രത്യേക വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കും, അത് മാത്രമേ അവർ ഉപയോഗിക്കൂ. ലോകം മുഴുവനും ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ ചൈനയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അവർ അല്പം വ്യത്യസ്തരാണ്. അതുകൊണ്ട് യാഹൂ ചൈനയിൽ വളരണമെങ്കിൽ ചൈന യാഹൂ എന്നൊരു പ്രത്യേക കമ്പനി തന്നെ തുടങ്ങണമായിരുന്നു. അങ്ങനെ യാഹൂവിന്റെ മുതലാളി ജെറി യാങ് ചൈനയിലെത്തി.
ഇങ്ങനെ ഒരു അമേരിക്കൻ കമ്പനി ചൈനയിലേക്ക് വരുന്നത് ചൈനയുടെ വികസനത്തിനും ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാനും കാരണമാകുന്നതിനാൽ ചൈനീസ് സർക്കാർ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തയ്യാറായിരുന്നു. എന്നാൽ ഇന്റർനെറ്റിനെ കുറിച്ച് നന്നായി അറിയാവുന്ന, നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇരിക്കുന്ന ഒരാളെ അദ്ദേഹം സ്വീകരിക്കേണ്ടതെന്ന് സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ ചിന്തിച്ചപ്പോൾ സർക്കാരിന്റെ മനസ്സിൽ വന്ന ഒരേ ഒരു പേരാണ് നമ്മുടെ ജാക്ക് മേയുടേതായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇന്റർനെറ്റിനെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അതിലുപരി കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുകയും ചെയ്യാമായിരുന്നു. അതുകൊണ്ട് യാഹു മുതലാളിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം ഇരുന്ന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് നൽകാനും സർക്കാർ ജാക്ക് മേയോട് ആവശ്യപ്പെട്ടു. ജാക്ക് മാ തനിക്ക് ലഭിച്ച ഈ അവസരത്തെ വലിയൊരു ഭാഗമായി കണ്ടു. ഈ അവസരം അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് അറിവ് കൊണ്ട് മാത്രമായിരുന്നു. അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ച് യാഹു സ്ഥാപകൻ ജെറി യാങ്ങിനെ സ്വീകരിച്ചു. ആദ്യം കൂടിക്കാഴ്ചയിൽ തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. കാരണം ജെറി യാങ് ഒരു അമേരിക്കക്കാരനായിരുന്നില്ല. അദ്ദേഹം തായ്വാനിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും ചൈനക്കാരെ വളരെ ഇഷ്ടമായിരുന്നു. ചൈനയെക്കുറിച്ചും ചൈനയിൽ എങ്ങനെ ബിസിനസ് നടത്താമെന്നും എന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ജെറി യാങ് ജാക്ക് മേയോട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ തീരുമാനിച്ചു. ചൈനയെക്കുറിച്ചും ചൈനയിൽ എങ്ങനെ ബിസിനസ് നടത്താം എന്നതിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ജെറി യാങ് ജാക്ക് മേയോട് വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അപ്പോൾ ജാക്ക് മാ താൻ ഒരു കമ്പനി ആരംഭിച്ചതിനെ കുറിച്ചും പിന്നീട് പങ്കാളികളാൽ വഞ്ചിക്കപ്പെട്ടെന്നും ആ കമ്പനിയിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നതിനെ കുറിച്ചും വിവരിച്ചു. അത് കേട്ടപ്പോൾ ജെറി യാങ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കമ്പനി മറ്റൊരു കമ്പനിയുമായി മെർജ് ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ആ തെറ്റു ചെയ്യാതിരുന്നു എങ്കിൽ നിങ്ങളുടെ കമ്പനി വലിയ രീതിയിൽ വളരുമായിരുന്നു. നിങ്ങൾ വളരെ നേരത്തെ തന്നെ കമ്പനി ആരംഭിച്ചു പോയി. എന്നാൽ ചൈനയിലെ ജനങ്ങൾ ഇപ്പോൾ മാത്രമാണ് ഇന്റർനെറ്റിനെ കുറിച്ച് മനസ്സിലാക്കി വരുന്നത്. ഇപ്പോഴാണ് ഈ മേഖല സജീവമായി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ആ അറിവ് വെച്ച് അത് തീർച്ചയായും വൻ വിജയം നേടുമായിരുന്നു. ജാക്ക് മേയും അതിന് ശരിയെന്ന് വെച്ചു. അതെ, ഞാൻ വളരെ നേരത്തെ തന്നെ ഇന്റർനെറ്റ് ബിസിനസ് ആരംഭിച്ചു. അത് തന്നെയാണ് എന്റെ പരാജയത്തിന് കാരണമെന്നും എനിക്ക് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷം യാഹു കമ്പനി ചൈനയിൽ ആരംഭിക്കുകയും വലിയ വിജയം നേടുകയും ചെയ്തു. യാഹു ചൈനയിൽ വന്നതിന് പിന്നാലെ ചൈനയിൽ സ്വന്തമായി ചില പ്രൈവറ്റ് സെർച്ച് എഞ്ചിൻ കമ്പനികൾ രൂപപ്പെടാൻ തുടങ്ങി. ഇന്നത്തെ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെ ചൈനയിൽ സിന ഹോം, സോഹു ഹോം എന്നിങ്ങനെ പലതരം സെർച്ച് എഞ്ചിനുകൾ ഉണ്ടാവുകയും അവയൊക്കെ പതുക്കെ വളരാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈനീസ് സർക്കാർ അവരുടെ സ്വന്തം ഇന്റർനെറ്റ് കമ്പനി ആയ ചൈന മാർക്കറ്റ് വളരാൻ തുടങ്ങിയത് യാതൊരു സഹായവും ചെയ്തില്ല. ആ വെബ്സൈറ്റ് വികസിപ്പിക്കാനുള്ള ഫണ്ടുകളൊന്നും തന്നെ സർക്കാർ അനുവദിച്ചു നൽകിയില്ല. സർക്കാർ കാര്യങ്ങളും എപ്പോഴും പതുക്കെ നടക്കൂ എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് എയർടെലും ജിയോ ഒക്കെ വലിയ രീതിയിൽ വളർന്നു. എന്നാൽ സർക്കാരിന്റെ സ്ഥാപനമായ BSNL ഇപ്പോഴും വലിയ വളർച്ചയില്ലാതെ അതുപോലെ തന്നെ തുടരുകയാണ്. ഇവിടെ ഇപ്പോഴും 5G പോലും കൃത്യമായി ലഭിച്ചില്ല. സർക്കാർ സ്ഥാപനങ്ങൾ എപ്പോഴും പതുക്കെ മാത്രമേ വളരൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ജാക്ക് മാ ജോലി ചെയ്തിരുന്ന ഡിപ്പാർട്ട്മെന്റിൽ സംഭവിച്ചത്. അദ്ദേഹം എത്രയൊക്കെ ഉത്സാഹത്തോടെ പ്രവർത്തിച്ചിട്ടും ആ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യമായ ഫണ്ടുകൾ ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചതുമില്ല. ഇത്രയും പതുക്കെ പ്രവർത്തിക്കുന്ന ഈ സർക്കാർ ജോലിയിൽ തുടർന്നാൽ നമ്മുടെ ജീവിതവും പതുക്കെ മുന്നോട്ട് പോകൂ എന്ന് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല എന്നും ജാക്ക് മാ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇന്റർനെറ്റ് ബിസിനസ് സജീവമായി വരുന്ന ഈ സമയത്ത് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ കാലഘട്ടമാണെന്ന് അദ്ദേഹം കരുതി. അതിനാൽ ഈ സർക്കാർ ജോലി ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ജാക്ക് മേയെ വിശ്വസിച്ച് ആ 8 സുഹൃത്തുക്കൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ ചേർത്തപ്പെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജാക്ക് മേയെ വിട്ട് തനിയെ ബിസിനസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമുണ്ടാകില്ലേ? അതുകൊണ്ട് ജാക്ക് മാ ആ 8 പേരെയും വിളിച്ചുകൂട്ടി സംസാരിച്ചു. ഞാൻ ഇന്റർനെറ്റ് ബിസിനസ് വളരെ നേരത്തെ ആരംഭിച്ചത് കൊണ്ടാണ് എന്റെ ആദ്യത്തെ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കാതെ പോയത്. എന്നാൽ ഒരു ഇന്റർനെറ്റ് ബിസിനസ് തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ നൽകാം. നിങ്ങൾ ഈ സർക്കാർ ജോലിയിൽ തന്നെ തുടർന്നാൽ നിങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടാകില്ല. ഒന്നാമത്തെ ഓപ്ഷൻ, ഞാൻ ചൈന യാഹു കമ്പനിയോട് സംസാരിച്ചു നിങ്ങൾക്ക് യാഹു കമ്പനിയിൽ ജോലി വാങ്ങി നൽകാം. അവിടെ ഇതിനേക്കാൾ നല്ല ശമ്പളം ലഭിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ, ചൈനയിൽ മറ്റു ചില പ്രൈവറ്റ് സെർച്ച് എഞ്ചിൻ കമ്പനികൾ നിങ്ങൾക്ക് ജോലി വാങ്ങി നൽകാം. അവിടെയും നല്ല ശമ്പളം ലഭിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ, ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയ കമ്പനി നിങ്ങൾക്ക് എന്നോടൊപ്പം വരാം.
എന്നാൽ തുടർകാലത്ത് അവിടെ നിങ്ങൾക്ക് വലിയ ശമ്പളം കുറവായിരിക്കും. പക്ഷേ ദീർഘകാലം വിഷനത്തോടെ ചിന്തിച്ച അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു മികച്ച കമ്പനിയുടെ പങ്കാളികളായി നിങ്ങൾക്ക് മാറാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് സ്വയം ചിന്തിക്കുക. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ 3 ദിവസത്തെ സമയമുണ്ടെന്ന് ജാക്ക് മാ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന രംഗം ശരിക്കും സിനിമകളിലെ മാസ് സീൻ പോലെ തോന്നുമെങ്കിലും ഇത് ജാക്ക് മായുടെ ആത്മകഥയെ രേഖപ്പെടുത്തിയിട്ടുള്ള യാഥാർത്ഥ സംഭവമാണ്. കൂടുതൽ ശമ്പളം തരുന്ന പ്രൈവറ്റ് കമ്പനികളിലേക്ക് പോവുകയാണോ അതോ എന്നോടൊപ്പം ബിസിനസ് തുടരുകയാണോ എന്ന് 3 ദിവസത്തിനു ശേഷം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് അദ്ദേഹം മീറ്റിംഗ് അവസാനിപ്പിച്ചു. ആ 8 പേരും ഉടനെ തന്നെ മീറ്റിംഗ് റൂമിന് പുറത്തേക്ക് പോയി അവർ ഒത്തുകൂടി സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ കഥാനായകനായ ജാക്ക് മാ മാത്രം ആ മീറ്റിംഗ് ഹാളിൽ തനിയെ ഇരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഓരോരുത്തരായി വീണ്ടും ആ മീറ്റിംഗ് റൂമിലേക്ക് തിരികെ വരാൻ തുടങ്ങി. ഒടുവിൽ 8 പേര് റൂമിൽ തിരിച്ചെത്തി. അവർ ജാക്ക് മായോട് പറഞ്ഞു, ജാക്ക് മാ, ഞങ്ങൾ വലിയ ശമ്പളമോ പ്രൈവറ്റ് കമ്പനികളിലോ ഒന്നും വേണ്ട. നിങ്ങളോടൊപ്പം ചേർന്ന് ചരിത്രം സൃഷ്ടിക്കാൻ ഞങ്ങളും വരുന്നു. ഞങ്ങളെയും നിങ്ങളുടെ പുതിയ കമ്പനിയിൽ കൂടെ കൂട്ടുക. അവരുടെ ആ വാക്കുകൾ കേട്ട് ജാക്ക് മായുടെ കണ്ണുകൾ ആനന്ദ കണ്ണീർ നിറഞ്ഞു. നമ്മുടെ വലിയ രീതിയിൽ പണം സമ്പാദിച്ചില്ലെങ്കിലും നല്ല കുറെ സുഹൃത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടെന്നും നമ്മളെ വിശ്വസിച്ച് കൂടെ വരുന്ന അവർക്കെങ്കിലും വേണ്ടി നമ്മൾ വിജയിക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. ജാക്ക് മാ ഒരു പുതിയ പ്രതീക്ഷയുടെ വീണ്ടും തന്റെ സർക്കാർ ജോലി രാജിവെച്ച് പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. ആ കമ്പനിയെങ്കിലും വിജയകരമായി മുന്നോട്ട് പോവുകയോ അദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ വന്ന ആ 8 സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ അടുത്തതായി എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.